ആരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഈ നോർമൽ ഗ്രാഫ് ഉണ്ടല്ലോ, നിങ്ങളുടെ ലൈഫ് ഈ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ പോകേണ്ട ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ നിന്ന് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ലൈഫ് ഭയങ്കരമായി ഡിസ്ട്രോയ് ആയിപ്പോൾ. പ്യുവർ പെട്രോൾ ആണ് ആ കിടക്കുന്നത്. പ്യുവർ പെട്രോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒഴിക്കാനുള്ള പെട്രോളാണ്. നിങ്ങൾക്കൊരു ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒഴിക്കാനുള്ള പെട്രോളാണ് കിടക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാതെ നേരെ ഓടി വന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ നോക്കിയാൽ പൊട്ടത്തരമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ല, അതും ഞാൻ ഗ്യാരണ്ടി ചെയ്തുതരാം. നിങ്ങൾ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഞാൻ +1 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഒരു കൊച്ചിനോടാണ് ക്രഷ് തോന്നി. അവളെന്ന് പറഞ്ഞ് 9ൽ എങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് +1ൻ്റെ ബിൽഡിങ്, ഇത് ഓപ്പോസിറ്റ് സൈഡുള്ള ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ ഇഷ്ടമാണെന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് ക്രഷ്. ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. ഈ മണ്ടേ കൂടി ഇങ്ങനെ അവൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കും. അപ്പോൾ ഇങ്ങനെ പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവന് എപ്പോഴും ഇവിടെ ഉണ്ട്, ഈ ബാൽക്കണിയുടെ അവിടെ എപ്പോഴും ഞാൻ ഇവനുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴേ ബ്രോ അവൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വന്ന് പറഞ്ഞു, ഓക്കെ എടാ ഇവളെയാണ് ഇവന് നോക്കുന്നത്. അവനറിയാം ഞാൻ ഈ കൊച്ചിന് നോക്കുന്നുണ്ടെന്ന് അവനും അറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലായി ഞങ്ങൾ ഒരാളെ നോക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാവരും അറിയാം. ഞാനവനും 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നത്, അപ്പോൾ നല്ലോണം അറിയാം. അപ്പോൾ ഞങ്ങൾ രണ്ടിങ്ങനെ നോക്കുന്നത്. അപ്പം പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും വാശിയായി. കാരണം അവളെ സെറ്റാക്കണം, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, നാണക്കേട്, അങ്ങനെ ഒരു രീതി വന്നു. ഓക്കെ, ഞാൻ പറയുന്നത് ചിലവർക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരിക്കും. ബ്രോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അവനുള്ള ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്താ പറയുക, അവൻ ക്രിസ്ത്യാനിയ, അവള് ക്രിസ്ത്യാനി. ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഹിന്ദു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരു വീഴാൻ പോകുന്നില്ല, അഭി നീ നാണം കേട്ടു അങ്ങനെ പറയുന്നത് ഞാൻ ഇന്ന് നോക്കും. അവനേക്കാളും കുറച്ച് ഡെഡിക്കേറ്റഡാണ് ഞാൻ നോക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് ഈഗോ വെച്ചിട്ട് വാശി കയറിയിട്ട് വേണമെന്നായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ വേറൊരുത്തുമാരുണ്ട് ഇതിനകത്ത്. കുറേ അമ്മമാർ വരുമല്ലോ, കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഫീസിലടിക്കുക, ആൾ പോകുമ്പോൾ വിളിക്കുക, അങ്ങനെ കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. +1 +2 അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം ബാൽക്കണിയുടെ അവിടെ ഇങ്ങനെ കമ്പിയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാം. അവൾ അപ്പുറത്തെ സൈഡ്. അപ്പോൾ ഇൻ്റർവെൽ സമയം, രണ്ടുപേർക്കും ഒരേ സമയത്തൊക്കെ ഇൻ്റർവെൽ ഒക്കെ വരുന്നത്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്ത് വിചാരിച്ചിട്ട് ഇങ്ങനെ അവൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നോക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ത് വരട്ടെന്ന് വെച്ച് ഞാൻ കൈ ഇങ്ങനെ കാണിച്ചു. ഓക്കെ, ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അവൾ തന്നെ ഇങ്ങനെ കാണിച്ചു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് വീണു. ഓക്കെ, അപ്പോൾ ഞാൻ അത് അവനോട് പറയാൻ പറ്റില്ല, ആരോടും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരനറിയാം. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളും കൂടെ ആ കടയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ ഇങ്ങനെ നടന്നു വരുന്നത്. ഓക്കെ, അപ്പോഴാണ് പുള്ളിക്കാരൻ മനസ്സിലായത് ഞങ്ങൾ സെറ്റായി. ഞാൻ പറയാനൊന്നും പോയില്ല. അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞേ പിന്നെ അവൻ എന്നോട് ഒരു കാര്യം സംസാരിക്കുന്നില്ല, എന്നോട് വന്ന് മിണ്ടുന്നില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ആ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തുവാടാ കാര്യം എന്തെന്ന് ചോദിച്ചു. ഒന്നും അവൻ പറയുന്നില്ല. അവനെന്തോ ഈഗോ ഉള്ളതിൻ്റെ കൂടെ അവൻ എന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത രീതിയിലൊക്കെ ആയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്നെ ബിട്രേ ചെയ്യാൻ തുടങ്ങി. ആൾക്കാരോടൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഓ ഇവൻ എന്നെ ചതിച്ച, ഇവൻ മനഃപൂർവ്വം ചെയ്ത, ഇവൻ നേരത്തെ ഇത് പറഞ്ഞില്ല, ഞാൻ അവളെ പിന്നെയും നോക്കിക്കൊണ്ടിരുന്നു, ഇവൻ സെറ്റായിരുന്നു പറഞ്ഞില്ല, എന്നെ അങ്ങനെ പൊട്ടനാക്കി, അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഇത് നിന്നോട് എന്തോ പറയാനാ, സെറ്റായെന്ന് ഇനി ഞാൻ നിന്നോട് അങ്ങോട്ട് വന്ന് പറയണം. ഞാൻ ഒന്നും വിട്ടിട്ടില്ല. അവൻ എല്ലാവരോടും പറഞ്ഞു, അവൻ അല്ലാത്തുള്ള എല്ലാ ഫ്രണ്ട്സിനോടും പറഞ്ഞു, അവരെല്ലാം എന്നോടാ വന്ന് ചോദിക്കുന്നത്. ഇതിങ്ങനെ കുറേ ആയപ്പോൾ എനിക്കത് റിയലി വിഷമമായി. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഞങ്ങൾ തമ്മിൽ ഒരു ആദ്യമായിട്ടൊരു രസത്തിൽ തുടങ്ങിയ കാര്യം പിന്നെ അത് സീരിയസ് ആയി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ശത്രുക്കളുടെ രീതിയിൽ അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ മിണ്ടാതെയായി. അവൻ ബാക്കിയുള്ളവരോട് എൻ്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എന്നോട് ചോദിക്കുന്നു. നിങ്ങൾ ആ അവസ്ഥ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് സിറ്റുവേഷനാണ് ലൈഫിലുള്ളെങ്കിൽ, നിങ്ങൾ എത്രമാത്രം പെട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് മെൻ്റൽ ടഫ്നെസ് അല്ലെങ്കിൽ മെൻറ്റാലിറ്റി നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ, ഒരുപാട് പ്രഷർ നമുക്ക് വരുമ്പോൾ, നമ്മുടെ ഗേൾ ഫ്രണ്ട് നമ്മളെ ചീറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ, അവൾ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ, നമ്മുടെ പേരൻസ് നമ്മളെ കുറേ ആയിട്ട് കുറ്റം പറയുമ്പോൾ, നമ്മുടെ ബോസ് ഭയങ്കര നമ്മുടെ മണ്ടേ കയറിയിരുന്ന് മുടി വെട്ടാൻ വരുമ്പം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റിയലി ഇതെല്ലാം ഒരു ഇമോഷനാണ്. നമ്മുടെ മൈൻഡിന് ചില കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട്, ചില ഇൻഫോർമേഷൻ നമുക്കില്ലാത്തത് കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു 4 പോയിന്റ് ഉണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 പോയിന്റാണ്. അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്കൊരു ടഫ് മൈൻഡ് സെറ്റ് വേണമെങ്കിൽ, ഒരു ഈഗിൾ മൈൻഡ് സെറ്റ് വേണമെങ്കിൽ, ഈ ഒരു റാറ്റ് മൈൻഡ് സെറ്റിൽ നിന്നും എല്ലാവരും നിങ്ങളെ ഇമോഷണലി ബിട്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാവരും നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന, അവർ കാണിച്ച കുറേ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എപ്പോഴും 24 hours വിഷമിച്ചിരിക്കുന്ന, നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്താക്കി കളഞ്ഞേക്കുന്ന ഈ മെൻ്റൽ ടഫ്നെസ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. ബ്രോ, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു മൈൻഡ് സെറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അക്സെപ്റ്റ് ഇറ്റ്
ആൻഡ് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്. എന്താണ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്? നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഈ ഒരു ഗ്രാഫിൽ കൂടെ ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, റൈറ്റ്? നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾ നോർമലായിട്ട് 18-20 വയസ്സുള്ള യങ് ആയിട്ടുള്ള ഒരാളുടെ ലൈഫാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല, ക്ലാസ്സിന് പോകുന്നു, സ്കൂളിൽ പോകുന്നു, കുറച്ച് ഗെയിം കളിക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വന്നു. റിലേഷൻഷിപ്പ് വരുമ്പോൾ നിങ്ങളുടെ ഗ്രാഫ് എങ്ങനെ പോകും? മുന്നോട്ട് പോകും. ഓക്കെ, മണ്ടയിലോട്ട് പോകും. ഇങ്ങനെ ഹാപ്പി ആയിട്ട് കുറേ നാൾ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി. ചിലപ്പോൾ നിങ്ങളെ അവൾ ചീറ്റ് ചെയ്തു, ചിലപ്പോൾ നിങ്ങളെ അവൾ ബിട്രേ ചെയ്തു, ചിലപ്പോൾ നിങ്ങൾ അവളെ ബിട്രേ ചെയ്തു. ഏതൊരു സിറ്റുവേഷനിലായാലും നിങ്ങൾക്ക് മ്യൂച്വലായിട്ട് ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നു. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായി ഡിസ്ട്രോയ് ആയിപ്പോകും. ഡിസ്ട്രോയ് ആയപ്പോൾ എന്ന് വെച്ചാൽ ആരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഈ നോർമൽ ഗ്രാഫ് ഉണ്ടല്ലോ, നിങ്ങളുടെ ലൈഫ് ഈ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ പോകേണ്ട ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ നിന്ന് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ലൈഫ് ഭയങ്കരമായി ഡിസ്ട്രോയ് ആയിപ്പോകും. അവർ കള്ളു കുടിക്കാൻ തുടങ്ങും, അവർ ടൈം വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവരിങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും, അവരുടെ ഗോൾ അവർ കറക്റ്റായിട്ട് ചെയ്യത്തില്ല, ഈ മൈൻഡ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും, എപ്പോഴും ഇങ്ങനെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു സിറ്റുവേഷനിലാണ്, ഇങ്ങനൊരു ബാഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് ബ്രോ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ ഒരു പാത്ത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രോമ നിങ്ങൾക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഇത്രമാത്രം നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ആയിട്ട് നിങ്ങൾ വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ ലൈഫ് പോകുന്നത് ഈ ഒരു ഗ്രാഫിലായിരിക്കണം പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ് ബ്രോ, അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്. എന്താണത്? ആദ്യം നമുക്കിങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത്, ഓക്കെ, എനിക്കിപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു, ഞാൻ ഇത്രമാത്രം വിഷമിച്ചിരിക്കുകയാണ്, എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ മൂടില്ല, എനിക്ക് എങ്ങും പോകാൻ തോന്നുന്നില്ല, എനിക്ക് ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കരയാൻ തോന്നുമെങ്കിൽ കരയുക, റൈറ്റ്? കരയുക. എന്നിട്ട് എന്ത് ചെയ്യണം? അത് എപ്പോഴും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക, അത് എപ്പോഴും നിങ്ങൾ അത് ഇല്ല, ചിലവന്മാർ ഇപ്പോൾ പറയും, ഇല്ല ബ്രോ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് കുടിക്കാനും നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാതിരിക്കാനും നിങ്ങൾക്ക് ഒരു ഗോൾ ഇല്ലാതെ നശിച്ച് കഞ്ചാവും ഒക്കെ വലിച്ചുകൊണ്ട് നടക്കാനും പോകാതെ നിങ്ങൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്. എന്താണ് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്? നിങ്ങളുടെ ഇമോഷൻസിനെ അതിനകത്തുനിന്നും, ആ ഹോൺനെസ്സിൽ നിന്നും, ആ ട്രിഗറിങ് ഫാക്ടറിൽ നിന്നും പ്ലഗ് ചെയ്യുക. എങ്ങനെ പ്ലഗ് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം, നിങ്ങൾക്ക് കരയാനുള്ളത് നിങ്ങൾ കരഞ്ഞിട്ട് ശേഷം, നിങ്ങൾ വിഷമിക്കാനുള്ളത് നിങ്ങൾ വിഷമിച്ചതിന് ശേഷം, ഓക്കെ, ഒരു ലിമിറ്റ് വെക്കണം. ഒരു ലിമിറ്റേ വെക്കാവൂ. അല്ലാതെ നിങ്ങൾ എപ്പോഴും ഇതാണ് ചിലപ്പോൾ നിങ്ങളുടെ ലിമിറ്റ് എന്ന് വെച്ചോ, ഇതുവരെ നിങ്ങൾക്ക് വിഷമിക്കാം, ഇതുവരെ നിങ്ങൾക്ക് കരയാം, ഇതുവരെ നിങ്ങൾക്ക് വിഷമിച്ചിരിക്കാം, ഇതുവരെ അവരെ നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കണം നിങ്ങൾക്ക് ചീത്ത വിളിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഫുള്ളി നിങ്ങൾ പ്ലഗ് ചെയ്യണം. എന്ത് പ്ലഗ് ചെയ്യണം? ഫുള്ളി നിങ്ങൾ പ്ലഗ് ഔട്ട് ചെയ്യണം. ഒരു ഇമോഷനും കാണിക്കാൻ പാടില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. മനസ്സിലാക്കുക, അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്. റിയലി ഞാനിത് പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ടഫർ മൈൻഡ് സെറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. നിങ്ങൾക്കൊരു ഞാൻ പറയുന്നത് നിങ്ങളൊരു ഇമോഷണൽ ഇല്ലാത്ത റോബോട്ടായി മാറണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ എടുക്കണ്ടേ, ഒരു ടഫർ മൈൻഡ് സെറ്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് എടുക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണിത്. അക്സെപ്റ്റ് ചെയ്യുക, വിഷമിക്കാനുണ്ടെങ്കിൽ അത് വിഷമിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ട്, കാരണം ഈ ലിമിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫാണ് ഡിസ്ട്രോയ് ആയി പോകുന്നത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഡിസ്ട്രോയ് ആയി കളയുന്നത്, നിങ്ങളുടെ കരിയറാണ് ഡിസ്ട്രോയ് ആയി പോകുന്നത്. അവരുടെ കാര്യം കൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. ഏറ്റവും ആരും നിങ്ങളോട് പറഞ്ഞു തരാത്ത, നിങ്ങൾ ഒരു വിലയും കൊടുക്കാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ടഫർ മെൻറ്റാലിറ്റി വേണം, ഒരു ഹെൽത്തി മെൻറ്റാലിറ്റി വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, സ്റ്റാർട്ട് ടു റെസ്ട്രിക്റ്റ് തിങ്സ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ വിചാരിക്കും, എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, എന്താണ് സ്റ്റാർട്ട് ടു റെസ്ട്രിക്റ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല ബ്രോ. സ്റ്റാർട്ട് ടു റെസ്ട്രിക്റ്റ് തിങ്സ്. എന്ത് തിങ്സിനെ? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഇങ്ങനൊരു ലൈഫിലായിരിക്കുന്നത്, ഇത് നിങ്ങളാണെന്ന് വെച്ചാൽ ഒരു റാറ്റ് ലൈഫിൽ നമ്മളിരിക്കും. നമ്മുടെ സറൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നമുക്കറിയാം. നമുക്കിങ്ങനെ ലൈവുള്ള യൂട്യൂബർമാരുടെ വീഡിയോ ഇങ്ങനെ കാണും, മോട്ടിവേഷണൽ കുറേ പൊട്ടന്മാരുടെ വീഡിയോ കാണും, കുറേ പോൺ കാണും, കുറേ സോഷ്യൽ മീഡിയയിൽ സോഫ്റ്റ് പോൺ ചെയ്യുന്ന തേർഡ് സ്റ്റാപ്പ് പെണ്ണുങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കാണും, അല്ലെങ്കിൽ കുറേ റീല് കാണും,
കുറേ വൈൻ വീഡിയോസ് കാണും, കുറേ ട്വിറ്ററിനകത്ത് കുറേ ന്യൂസ് കാണും, ഹൈപ്പർ എഡിക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണും, ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിനെ ഹോണ്ട് ചെയ്യുന്ന നെഗറ്റീവ് തിങ്സ് കാണും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫാമിലി ഇഷ്യൂസ് കാണും. ഇതെല്ലാം നിങ്ങളുടെ സറൗണ്ടിലുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ബ്രോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഇരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ബ്രോ നിങ്ങൾക്കൊരു ഡീപ്പ് സെക്ഷന് വേണ്ടി ഇരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ബ്രോ നിങ്ങൾക്ക് മണി ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് രാവിലെ എണ്ണിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് മൈൻഡിന് ഒരു ഹാപ്പിനെസ് വരുന്നത്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കൊരു ടഫർ മൈൻഡ് സെറ്റ് വേണമെങ്കിൽ സ്റ്റാർട്ട് ടു റെസ്ട്രിക്ട് തിങ്സ് എന്നല്ല ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ട് ടു റെസ്ട്രിക്ട് തിങ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ബ്രോ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഫോൺ കാണുന്നത്, ഞാൻ ഈ വീഡിയോ ഗെയിം ഇങ്ങനെ കളിക്കുന്നത്, ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ 24 മണിക്കൂർ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇങ്ങനെ നെഗറ്റീവ് ന്യൂസ് കാണുന്നത്, ഞാൻ ഇങ്ങനെ വെറുതെ വല്ലവരെ ആലോചിച്ച് എൻ്റെ ഇമോഷൻ ഇങ്ങനെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്, അതിനകത്തെല്ലാം നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ടു റെസ്ട്രിക്ട് തിങ്സ്. എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പെതുക്കെ നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഓക്കെ എനിക്കിങ്ങനെ സിറ്റുവേഷൻ പറ്റി, ഞാൻ ഇത്രമാത്രം വിഷമിച്ചാണ് ഇരിക്കുന്നത്, ഇനി എനിക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ വയ്യ, ഞാൻ വിഷമിച്ചിരുന്ന് മടുത്തു. സ്റ്റാർട്ട് ടു റെസ്ട്രിക്ട് തിങ്സ്. ഇറ്റ്സ് വർക്ക് റിയലി വെൽ. ഐ എം ടെല്ലിങ് യു ബ്രദർ, സ്റ്റാർട്ട് ടു റെസ്ട്രിക്ട് തിങ്സ്. ബ്രോ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതും ഇൻസ്റ്റന്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിന് കാരണമാണ്. നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രഷറുണ്ട്, നിങ്ങളുടെ ബോസിൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രഷറുണ്ട്, നിങ്ങൾക്ക് ഒരു ഇമോഷണൽ കൺട്രോൾ ഇല്ല, നിങ്ങൾ പെട്ടിരിക്കുക, നിങ്ങളൊരു പോലീസ് കേസിലായി, നാട്ടുകാരൊക്കെ അറിഞ്ഞു, അങ്ങനെ നിങ്ങൾ ഭയങ്കര സാഡായിട്ടിരിക്കുക, നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക. ബ്രോ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നെങ്കിലും ഞാൻ ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയാൻ പോകുന്നത് ലോങ് ടേം ഗോൾ വെക്കുകയാണെങ്കിൽ, നമുക്ക് അടിപൊളിയായിട്ടൊരു ടഫ് മൈൻഡ് സെറ്റ്, ഒരു അടിപൊളി മെന്റൽ ഹെൽത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ: ഇംപ്രൂവ് യുവർ മെന്റൽ ഹെൽത്ത്. എന്താണ് ഇംപ്രൂവ് യുവർ മെന്റൽ ഹെൽത്ത്? ആരും സംസാരിക്കാത്തൊരു ടോപ്പിക്കാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ, നമ്മുടെ ഫാമിലിയിലോ, നമ്മുടെ സൊസൈറ്റിയിലോ, നമ്മൾ കാണുന്ന ഗ്രൂപ്പ്സിലോ എങ്ങും ആരും ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തൊരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. ബ്രോ നിങ്ങൾക്ക് ലൈഫിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിലും, എത്രമാത്രം കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെവലപ്പ് ആക്കണമെങ്കിലും, എത്രമാത്രം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണമെങ്കിലും, എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നത്, എല്ലാം കാര്യവും നടത്തുന്നത് നമ്മുടെ ബ്രെയിനാണ്. സോ നമ്മുടെ മെന്റൽ ഹെൽത്ത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം? അപ്പോൾ ഞാൻ പറയുന്നു, ബി വിത്ത് നേച്ചർ. ഓ ബ്രോ എന്താണ് പറയുന്നത്? ഇതെന്തോ ബി വിത്ത് നേച്ചറോ? ഇതെന്തോ കൊച്ചു പിള്ളേരുടെ കാര്യമോ? ലിസൺ ടു മീ. ബി വിത്ത് നേച്ചർ ആൻഡ് എൻജോയ് ദ നേച്ചർ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾക്കൊരു ടഫ് മൈൻഡ് സെറ്റ് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ: നാളെ രാവിലെ 6 മണിക്ക് നിങ്ങൾ അലാറം വെക്കുക, 6 മണിക്ക് എണ്ണിക്കുക, ഒരു ഉടുപ്പോ ചെരുപ്പോ എന്തെങ്കിലും ഒരു ഇടുക, ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കുക, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക് ഇടുക, ഒറ്റയ്ക്ക് നേരെ ഇറങ്ങി, വണ്ടിയൊന്നും അധികം വരാത്ത നല്ല റോഡുള്ള സ്ഥലങ്ങളുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇല്ല ബ്രോ ഇല്ല, ഞാൻ ഗ്രാമപ്രദേശില്ല, ഒന്നും എനിക്ക് കേൾക്കണ്ട, അല്ലെങ്കിൽ ഞാൻ സിറ്റിയില, ഒന്നും കേൾക്കണ്ട, രാവിലെ ഒന്നും സിറ്റിയിൽ ആരും വരാൻ പോകുന്നില്ല, റൈറ്റ്? ഇടവഴികൾ കാണും, അതിനകത്തൂടെ നടക്കുക, അതിനകത്തൂടെ ജസ്റ്റ് നിങ്ങൾ നടന്നാൽ മതി. നിങ്ങൾ അധികം നേരം ഒന്നും നടക്കണ്ട, ഒരു 20 മിനിറ്റ് നടന്നാൽ മതി. ഇത് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾ ഇത് ചെയ്യാതെ, അയ്യോ ബ്രോ ഈ വീഡിയോ എനിക്ക് പ്രയോജനം ചെയ്തില്ല, ഈ വീഡിയോയ്ക്ക് മെന്റൽ ഹെൽത്ത് ഒന്നും വന്നില്ല എന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ. എന്നിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ അവിടെ പോവുക, ഞാനിപ്പോൾ കാണിക്കുന്നതിനോട് ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനറി കാണും, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യം കാണും, അത് നിങ്ങൾ ക്യാപ്ചർ ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുക. ബ്രോ ഇറ്റ് വർക്ക്. ഞാനിത് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ചുമ്മാ നിങ്ങളോട് ഇവിടെ ഇരുന്ന് പറയുന്നതല്ല, റൈറ്റ്? ചെയ്തു നോക്കൂ. നിങ്ങൾ അങ്ങോട്ട് രാവിലെ പോകുമ്പോൾ ഇങ്ങനെ കിളികളുടെ സൗണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഓക്സിജനും, പുത്തൻ ഓക്സിജനും, ഈ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴും എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഡു ഇറ്റ് ബ്രദർ.
ഡു ഇറ്റ് ഫോർ യു. ഡു ഇറ്റ്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് കഴിഞ്ഞ് വന്നിട്ട് സ്റ്റാർട്ട് ടു മെഡിറ്റേഷൻ. ഇപ്പോൾ എനിക്കറിയാം, ബ്രോ എനിക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ അറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്നുണ്ടല്ലോ, ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങളൊരു 3 മിനിറ്റ് ടൈം വെക്കുക. നിങ്ങൾ ഒട്ടും മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ 3 മിനിറ്റ് ടൈം വെക്കുക, അവിടെ ഇരിക്കുക, നിങ്ങളുടെ ഓക്സിജൻ ഇൻടേക്ക് എക്സേൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പല 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 തോട്ട് ഇങ്ങനെ ചുറ്റും നിങ്ങൾക്ക് തോട്ട് വരും. നിങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാവരും ആ സമയത്ത് വിളിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് 3 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കണ്ടിന്യൂസ്ലി ഒരു 23 ഡേയ്സ് നിങ്ങൾ ഇത് ചെയ്യുകയാണ്. ഇത് 23 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. 23 ഡേയ്സ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് 23 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടും. റൈറ്റ്, 23 എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, ഗ്യാരൻറ്റി. ഈ 4ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതും നിങ്ങൾക്ക് ലോങ് ടേം ഗോളിൽ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ബിൽഡ് ബാക്ക് യുവർ കോൺഫിഡൻസ്. കോൺഫിഡൻസും ഇമോഷണൽ കൺട്രോളും, കോൺഫിഡൻസും മെൻ്റൽ ഹെൽത്തും തമ്മിൽ എന്താണ് റിലേഷൻ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ബിൽഡ് ബാക്ക് യുവർ കോൺഫിഡൻസ്. ഒരു റിലേഷണൽ സറൗണ്ടിങ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മളൊരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി നമ്മളെ ചീറ്റ് ചെയ്തിട്ട് പോയി. ഓക്കെ, ഹായ് സോ നിങ്ങളെ ചീറ്റ് എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി, ഗുഡ്. ചീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ട് അവൾ തേച്ച് പിടിച്ചിട്ട് പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മാറണമെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബിൽഡ് ബാക്ക് യുവർ കോൺഫിഡൻസ് ആണ്. ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് വെച്ചാൽ, നിങ്ങളോട് ഇതാരും ഇതുവരെയും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ടാണ് ബ്രോ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്തത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാതെ നേരെ ഓടി വന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ നോക്കിയാൽ പൊട്ടത്തരമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ല, അതും ഞാൻ ഗ്യാരണ്ടി ചെയ്തുതരാം. ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ റിലേറ്റഡ് ടു ആണ് ദിസ് കാര്യം. റൈറ്റ്, എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സാഡായിട്ട് ഇരിക്കുകയാണ്, നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻ ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഏത് എനർജി ഉപയോഗിക്കാം അവർക്കെതിരെ. ഒരു ആംഗ്രി ആയിട്ടുള്ള എനർജി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന എനർജി ഉപയോഗിക്കാം. മനസ്സിലായോ? പ്യുവർ പെട്രോൾ ആണ് ആ കിടക്കുന്നത്. പ്യുവർ പെട്രോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒഴിക്കാനുള്ള പെട്രോളാണ്. നിങ്ങൾക്കൊരു ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒഴിക്കാനുള്ള പെട്രോളാണ് കിടക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ എന്താണ് ആ കാര്യം എന്നറിയാം? നിങ്ങൾക്ക് വേറൊരു ഗേൾഫ്രണ്ടിനെ സെറ്റാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കമ്പനി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പുതിയ സ്കില്ല് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എനർജിയും എഫേർട്ടും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാം. എന്തുകൊണ്ട്? എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാം? എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കുറച്ച് പാടായിരിക്കും മനസ്സിലാവാൻ. നിങ്ങൾ റിപ്പീറ്റ്ലി ഈ വീഡിയോ കാണുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് ഇടയ്ക്കൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് ടു റെസ്ട്രിക്ട് തിങ്സ്. അത് നിങ്ങൾ ചെയ്യാതെ, നിങ്ങൾ ഈ എല്ലാ സോഷ്യൽ മീഡിയയും വരുന്നതും എടുത്തിട്ട്, എല്ലാ ഫാസ്റ്റ് ഫുഡും കഴിച്ചിട്ട്, എല്ലാ ഷുഗറി ഫുഡും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിൽഡ് ബാക്ക് യുവർ കോൺഫിഡൻസ്. നിങ്ങൾക്കത് പറ്റും. കാരണം ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ നിങ്ങൾക്കൊരു ഒരു ഈഗോ വരും, ഒരു ആങ്കർ വരും. ആ ആങ്കർ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കോങ്കർ ചെയ്യാൻ പറ്റും. ബ്രോ, നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കൊരു ടഫ് മെൻറ്റാലിറ്റിയാണ് വേണ്ടത്. ടഫ് മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ റിയലി എന്താണ്? റിയലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ കൺട്രോളാണ്. റൈറ്റ്, എനിക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ ഫക്ഡ് ആണ്. റൈറ്റ്, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ ഫക്ഡ് ആണ്. ആ സിറ്റുവേഷനിൽ ഞാനും ഇരുന്നിട്ടുണ്ട്. ചില സമയത്ത് ഞാനും ആ സിറ്റുവേഷനായിപ്പോൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു റാറ്റ് ലൈഫിലാണ്, റാറ്റ് മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത്. നമുക്കൊരു ഈഗിൾ ലൈഫിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു മെൻറ്റാലിറ്റിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സോ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോർ പരിപാടി എന്താണ്? കോർ പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഈ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ ബാഡ് സിറ്റുവേഷനും, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ പ്രോബ്ലങ്ങളും, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ സ്ട്രെസ്സും എന്ന് പറയുന്നത് ഈ പാത്താണ്, ഈഗിൾ ലൈഫിലേക്കുള്ള ഈ പാത്താണ്. ഇതേ സമയത്ത് ചില പൊട്ടവന്മാർ, ചില റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവന്മാർ വേറൊരു പാത്ത് സ്വീകരിക്കും. അതെന്ന് പറഞ്ഞാൽ
വലിയൊരു സെൽഫ് ലൂപ്പ് ആയിരിക്കും. ഫ്ലാറ്റിനകത്തൊക്കെ ഞങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സാധനം ഇത്. വലിയൊരു സെൽഫ് ലൂപ്പ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്ത് പിന്നെയും ഈ റാഡ് ലൈഫിലേക്കായിരിക്കും വരുന്നത്. ബ്രോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ജോലി കിട്ടും, അവിടെയും ഇത് സെയിം സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട്, മെൻ്റൽ ടഫ്നെസ് ഇല്ലാത്തതുകൊണ്ട്, നിങ്ങൾക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നറിയാത്തത് കൊണ്ട്. സോ അത് നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ലോൺലിനെസ്സും, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ട്രോമയ്ക്കും കാരണം അതിനകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈഗിൾ ലൈഫിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. എങ്ങനെ? നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ വെച്ചിട്ട്. ഇനിയും നിങ്ങൾ ആ 4 പോയിന്റ്സ് ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. So I build different. You will never walk alone because we are the Z group. This is not the end. This is the beginning. Love you, brother.